ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ക്രീം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ കസ്റ്റാർഡ് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഫ്രൂട്ട് സലാഡ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിലെ 3/4 ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലൊരു 2 ടേബിൾ സ്പൂൺ പാൽ അങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാലിലോട്ട് നമുക്ക് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാലിവിടെ തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാലിലോട്ട് ഡയറക്റ്റ് ചേർത്താൽ അത് കട്ട പിടിക്കുള്ളൂ കോൺഫ്ലോർ. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ തിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നല്ല തിക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇതിൽ വേറൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് നല്ല തണുത്ത പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ചൂടുള്ള പാലിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് മധുരത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു 2-3 ഡ്രോപ്സ് ഉണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ വളരെ കുറച്ച് കോൺഫ്ലവർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരുപാട് അങ്ങ് തിക്കാവില്ല. ഒരു നോർമൽ തിക്ക് മാത്രമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഞാനിവിടെ ഒരു ചെറിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, 4 ഡേറ്റ്സും അതുപോലെ ഒരു മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനാറും, പിന്നെ അതുപോലെ നിങ്ങൾ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ അനാറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി നുറുക്കിയിട്ട് മാങ്ങയുടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു കഷ്ണം ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണ്, 1-2 പീസ്. അപ്പോൾ ഒരുപാട് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, ചൂടാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇത് മാമ്പഴത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം നമ്മുടെ ഒരു സാലഡിൻ്റെ ക്രീം ഉണ്ടല്ലോ, നമ്മുടെ കസ്റ്റാർഡ് ക്രീം, ആ ഒരു കളറും ആ ഒരു തിക്നെസ്സും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയത്. ഈ ഒരു മാങ്ങ കൂടി കൂട്ടിയെടുക്കുമ്പോഴത്തേനും അതൊരു ചെറിയൊരു കട്ടി വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ഇപ്പോൾ ഞാനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ക്രീം, നമ്മുടെ കസ്റ്റാർഡിൻ്റെ പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇനി മാങ്ങ ഇല്ലാത്ത അവസരത്തിലാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടിൽ ഒരു ചെറുപഴം ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്താലും മതിയാവും. ഇനി ഒന്നും വേണ്ട, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ അധികം എടുത്തിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോഴും നല്ല തിക്നെസ് ഉണ്ടാവും, ആ ഒരു കളറ് കിട്ടൂല എന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ലല്ലോ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഇതുപോലെ 2 ബൗളിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വാനില എസൻസും ഒക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും നമ്മൾ ആ ഒരു കസ്റ്റാർഡ് ക്രീം യൂസ് ചെയ്ത പോലത്തെ ഫ്ലേവറും നമുക്ക് കിട്ടും. ഇതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കാം. ഒപ്പം തന്നെ മുകളിലായിട്ട് 2 ചെറി കൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി.
നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും. എന്തായാലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്